എറണാകുളം ഇടപ്പള്ളി ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ബരാഖ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് എന്നാണ് പറയുന്ന രൂപത്തിന് വേണ്ടി, സാങ്കേതിക സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ഈ ബരാഖ പ്രോജക്റ്റിനെ പറ്റി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ലോകത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തുള്ള വിശ്വാസികൾ അറിഞ്ഞിട്ടുണ്ട്. എറണാകുളത്തും പലരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി പേര് ഞങ്ങളോട് നേരിട്ട് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഗൾഫിൻ്റെ മേഖലയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു സംശയം നേരിട്ട് ചോദിക്കാൻ അവസരങ്ങളില്ല. അപ്പോൾ അവർ പലപ്പോഴും ഇതിനെപ്പറ്റി ഒരു വിവരം കിട്ടും, പിന്നീട് ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ചില ആംഗിളിലുള്ള ചില കെട്ടിച്ചമച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയാനും പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട അലക്സാണ്ടർ ബ്രദർ ദുബായിൽ ദയർ അസംബ്ലിയുള്ള കൂട്ടായ്മയിലാണല്ലേ? മലയിൽ ഈ ബരാഖ പ്രോജക്റ്റിനെ പറ്റി എന്തൊക്കെ സംശയങ്ങൾ, എന്തൊക്കെയാണ് ചോദിച്ചറിയാനുള്ളത്? അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, കാരണം ഇതൊരു ഓർഗനൈസേഷനായിട്ടാണല്ലോ ഫങ്ഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ വാസ്തവമായിട്ടും ഒരു സ്ഥലം സഭയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുമോ? അത് ഞാൻ ഉത്തരം പറയാം. സ്ഥലസഭ വാസ്തവമായിട്ട് സ്വതന്ത്രമാണ്. പക്ഷെങ്കിൽ നമ്മൾ പാർക്കുന്ന ഈ ദേശത്തിന് അതിൻ്റെതായ നിയമാവലികളുണ്ട്. അപ്പോൾ നിയമാവലി അനുഷ്ഠിക്കുക, അതിനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ കർത്തവ്യമാണ്. നിങ്ങളെ ഭരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് എല്ലാ സഭകളും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് നിയമം. കാരണം അതിനകത്ത് അക്കൗണ്ട്സ് വരുന്നുണ്ട്, അത് ഓഡിറ്റിംഗ് വേണം. പക്ഷെ ഇന്ന് പല സഭകളും ഇതില്ല. എനിക്കും നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിർവചിക്കുന്ന ചില സഭകളുണ്ട്, എപ്പിസ്കോപ്പൽ ചർച്ചസാണ്. അത് നമ്മൾ പെടുകയില്ല. നമ്മൾ സത്യത്തിൽ നമ്മൾ ദൈവത്തെ അറിയുന്ന നമ്മൾ വേദപുസ്തകപ്രകാരമുള്ള സഭകളാണെങ്കിൽ പോലും സർക്കാരിന്റെ കൊണ്ടത്ത് നമ്മൾ സഭകളായിട്ട് വരുന്നില്ല. സഭ ഭരിക്കുന്ന യഥാർത്ഥത്തിൽ മൂപ്പന്മാരും ഡീക്കന്മാരുമാണ്. എങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അവർ ഈ മൂപ്പന്മാരും ഡീക്കന്മാരും അവരെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ എടപ്പള്ളി ബ്രദറൻ ഫെലോഷിപ്പ് ട്രസ്റ്റ് എന്ന് പറയുന്ന വാസ്തവത്തില് എടപ്പള്ളി സഭയുടെ ലീഗൽ ഫേസ് മാത്രമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ലീഗൽ കംപ്ലയൻസിനെ കുറിച്ച് മാത്രമല്ല, പ്രത്യേക ഒരു സ്ഥലം സഭയുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും എന്തൊക്കെയാണെന്നുള്ളത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന പ്രവർത്തനങ്ങളാണോ ഈ ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ബൈബിള് നമുക്ക് സൽപ്രവൃത്തി ചെയ്യുവാൻ വളരെ വ്യക്തമായിട്ട് കൽപ്പന തന്നിട്ടുണ്ട്. നമ്മൾ നല്ല ശമരിക്കാരന്റെ ജോലി ചെയ്യണം. മാത്രമല്ല പലരും പറയുന്നതാണ് നമ്മളെ സൽപ്രവൃത്തിക്കായിട്ടല്ലോ നമ്മളെ റിഡീം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നതിന് സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ സ്ഥലത്ത് പാർത്ത് അവിടെ നമ്മളാവുന്ന സൽപ്രവൃത്തി ചെയ്യുക. ഇത് സഭയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് മാത്രമാണ് കേട്ടോ, ഒന്ന് മാത്രമാണ് സഭയുടെ പ്രവർത്തനം. ശരിക്കും ബ്രദറെ വിശദീകരിക്കുക, എടപ്പള്ളി ബ്രദറൻ സഭ നയിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചുമതല വഹിക്കുന്ന ഒരു സഭ എന്നുള്ളത് ബ്രദറെ വിശദീകരിക്കണം. എടപ്പള്ളി ബ്രദറൻ സഭയ്ക്ക് ഇതിനകത്തൊരു ബൈബിൾ സ്കൂളുണ്ട്. അത് വാസ്തവത്തിൽ എടപ്പള്ളി സഭയുടെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം വിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു മാധ്യമം. ഇതെല്ലാം സഭ ഓറിയന്റഡ് മാത്രമാണ്. അപ്പം ആ ബൈബിൾ സ്കൂളിന് ഉണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലം വേണം. മാത്രമല്ല മറ്റ് സമൂഹത്തിലേക്ക് ഇവിടെ ഇറങ്ങിപ്പോയിട്ട്, അതായത് എറണാകുളത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 10-24 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരുപാട് പേര് അതിനുവേണ്ടി വരുന്നുണ്ട്. അവരെ ഒന്ന് നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. ഇപ്പം ഞാൻ സമയം പറയാം. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 മാസം മുമ്പ് ഞാൻ നോർമലി ഐ ഗോ ടു ബാംഗ്ലൂർ. അവിടെ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ, തനിക്കൊരു ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പൊ ലിവർ സിറോസിസ് ആയിട്ട് തനിക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളത്തേക്ക് വരേണ്ടി വന്നു. അപ്പൊ എന്നെ വിളിച്ചു, വേറെ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പാവപ്പെട്ടവരാണ്. ഞാൻ കാര്യമായിട്ടല്ല ചോദിച്ചാൽ ഒന്നും ശരിയായെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെ ഞാൻ ലോഡ്ജ് കാണിച്ചു കൊടുത്തു. അവരെ PVS ഹോസ്പിറ്റലിലേക്ക് ആക്കി. അവിടെ 2 വട്ടം ഞങ്ങൾ പോയി, 2-3 വട്ടം പോയി വിസിറ്റ് ചെയ്തു. താൻ വ്യാഴാഴ്ച വന്നു, ഞായറാഴ്ച താൻ മരിച്ചു. പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ ഞങ്ങള് സഭയായിട്ട് കാണിച്ച സ്നേഹം ആ കുടുംബത്തെ വളരെ സ്പർശിച്ചു. തന്നെയല്ല, തന്റെ ബോഡി യാത്രയാകുന്ന സമയത്ത് ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു,
സാറേ എപ്പോൾ ബാങ്കിൽ വന്നാലും വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ ഒരു 10-12 പേരോളം അവർ വിളിച്ചു കൂട്ടി. എനിക്കൊരു ഒരു നല്ലൊരു ഓപ്പൺ എയർ നടത്തുവാൻ അല്ലെങ്കിൽ വീട്ടിൽ ഗോസ്പൽ മീറ്റ് നടത്താനുള്ള അവസരം എനിക്ക് കിട്ടി. അത് ഇന്ന് ആ കുടുംബം ഞാൻ ബാംഗ്ലൂരിലുള്ള മറ്റു പലരും പരിചയപ്പെടുത്തി കൊടുത്തു. ആ രീതിയിൽ ഇത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് പറ്റുന്ന ഒരു ഫീൽഡാക്കി മാറ്റുന്നതാണ്. പിന്നെ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. കാരണം ഇത് ഇപ്പോൾ ഇപ്പോൾ കോട്ട് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേറെ അനുഭവമുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിശ്വാസികളാണ് പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത്. കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോക്കം നിൽക്കുന്നതും മറ്റുള്ളവരുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ അവരെ ഉടനെ ഇവിടെ ഏതെങ്കിലും ഒരു സഹോദരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇതൊരു ദിവസം എനിക്ക് അതുപോലെ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു അമ്മച്ചി, വിശ്വാസിയ അമ്മച്ചിയാണ്, അമ്മച്ചി ഫ്രാക്ചറായിട്ട് വാരിയിൽ ഫ്രാക്ചറായിട്ട് കിടക്കണം. ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങളിത് അറിഞ്ഞ് കേട്ട് ചെന്ന് അതിനകത്ത് ഇടപെട്ട് അപ്പോഴത്തേക്ക് ഒത്തിരി വൈകി. കാരണം പ്രത്യേകിച്ച് അവർക്ക് പറയാനും പിന്നെ ഒരാശ്രയം ആരുമില്ല, പരിചയക്കാരുമില്ല, എന്നാൽ വിശ്വാസിയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ളവരെല്ലാം അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ പ്രോജക്റ്റ്. അല്ല, അത് സാമ്പത്തികം നിൽക്കുന്നത് മാത്രമല്ല, ഈവൻ എത്ര ധനികനാണെങ്കിൽ പോലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നമുക്കറിയാമല്ലേ, ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആക്ച്വലി നല്ല ശബരിക്കാരൻ, നല്ല സ്നേഹിതന്റെ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി ഉദ്ദേശിച്ചത്, അത് സഭ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും നമ്മൾ സ്ഥലം സഭ എന്നുള്ള നിലയിലും വ്യക്തികൾ എന്നുള്ള നിലയിലും സൽപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളത് ദൈവവചനം നമ്മോട് അനുശാസിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ച് വചനപരമായിട്ട് എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യം. ഞങ്ങളോട് വിശദീകരിക്കാം. ഒരുപക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലിയർ ആയിട്ടില്ലായിരിക്കാം. ഇപ്പം നമ്മൾ ബൈബിളിൽ കാണുന്നത് എൻ്റെ കൂട്ടു സഹോദരന് അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും എൻ്റെ അറിവിലോ പരിചയത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സഹായത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുക, എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുക. എന്നാൽ വേറെ മറ്റ് സഹോദരങ്ങളുമായിട്ട് ചേർന്ന് മറ്റെന്തെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണോ ബൈബിള്? ഇതിൻ്റെ അകത്ത് ഞാൻ ഉത്തരം പറയാം. ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇവരെത്ര പേര് എങ്ങനെയാണ് എന്താണ് നമുക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ എറണാകുളത്ത് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. എല്ലാവരും വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാന്ന് ചോദിച്ചാൽ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഈ ഒരാളെ വീട്ടിൽ പാർക്കാതെ ഒരു പൊതുസ്ഥലം, ഞങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, നമുക്ക് ഇപ്പം തന്നെ മുറി എടുത്തിട്ടുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പാർക്കുന്നു. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലസഭ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആളെ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ പാർപ്പിക്കും. ഞങ്ങൾ കവർ ചെയ്യും. അല്ല, അത് ഞാൻ ആ പോയിന്റ് റേസ് ചെയ്തപ്പോൾ അതിനോട് ചേർന്ന് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ നിലയിലേക്ക് ഓർഗനൈസേഷണൽ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ നമ്മളും മറ്റു സമുദായങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ഒരു ചോദ്യം ന്യായമായിട്ട് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം കത്തോലിക്കരും അതുപോലെ മർത്തവുമായും അങ്ങനെയുള്ള പല സമുദായങ്ങളും അവരൊക്കെ ഓരോരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ആ നിലയിൽ പോവാണ്. അപ്പോൾ നമ്മൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. അപ്പം ഈ നിലയിലുള്ള പ്രസ്ഥാനങ്ങളാകുമ്പോഴേക്കും നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുമില്ല. അതിന് ഞാൻ ഉത്തരം പറയാം. കാരണം കത്തോലിക്ക മർത്തോമ അവിടെ എല്ലാം ഒരു ഹയറാർക്കിക്കൽ ഹെഡ് ഓഫീസ് ആ ഒരു നിയന്ത്രണത്തിലാണ്. ഇവിടെ ഒരിക്കലും അല്ല. ആ സ്ഥലസഭ മറ്റ് സഭകൾ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ചർച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ബട്ട് ഇന്റർഡിപെൻഡന്റ്. പരസ്പര സഹായത്തോടുകൂടി ഒന്നിച്ച് വർക്കുന്നില്ലാതെ ഇതൊരു ഹയറാർക്കിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഹെഡ് ഓഫീസോ ഒരിക്കലും ആ ഒരു കാഴ്ചപ്പാടല്ല പോകുന്നത്. അത് സഭയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഫേസ് മാത്രമാണ്. ഒരു ഫേസ് മാത്രമേ. നമ്മളിപ്പം ഒരു മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നുള്ളത് അതിന്റെ ഒരു ഫേസ് മാത്രമാണ്. ബാക്കി വചന പഠനം, സുവിശേഷ ഘോഷണം, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ നടക്കുമ്പോൾ അതിനോടൊപ്പമുള്ള ഇപ്പോൾ ചെയ്യാൻ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രാധാന്യത്തോട് ചെയ്യുന്നു മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് സമുദായങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലെ ആകാതെ അത് വാസ്തവമായിട്ടും അതിൻ്റെ ആത്മീയമായിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഇടയാകുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവജനത്തിന് പ്രയോജനമായി തീരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമെന്ന് തീർച്ചയായും ഞങ്ങളും അങ്ങനെ ഉൾക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ശരി, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലം സഭയുടെ പ്രവർത്തനങ്ങളെ ആവശ്യമായിട്ടുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ സംരക്ഷണത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ബരാഖ എന്ന പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ഇത് പൊതുവെ ബ്രദറൻ സമൂഹത്തിലെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സംരംഭമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം സഭയുടെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ ചുമതലയിലോ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് ഉപരിയായിട്ട് എന്തുകൊണ്ട് കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ ഒന്നുകിൽ എറണാകുളത്തുള്ള എല്ലാ സ്ഥലം സഭകളുടെയും ഓണർഷിപ്പ് പങ്കാളിത്തത്തോടു കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് കേരളത്തിലെ ബ്രദറൻ സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള പാർട്ടിസിപ്പേഷനോട് കൂടി അതിന് ഞാൻ പറയുന്ന പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ ഓണർഷിപ്പ് ആ നിലയിലോ നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല? ബരാഖ എന്ന ഒരു സ്വപ്നം എടപ്പള്ളി സഭ ആദ്യം കണ്ടൊരു സ്വപ്നമല്ല. ഞങ്ങൾ ആദ്യം എടപ്പള്ളി സഭ എന്നുള്ള ഒരു സ്ഥലസഭ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ എടപ്പള്ളി സഭയ്ക്ക് ഞങ്ങൾക്കൊരു ബൈബിൾ സ്കൂളുണ്ട്. ഈ ബൈബിൾ സ്കൂളിൽ ഇന്ന് 32 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഈ 32 പേരും എറണാകുളത്തുള്ള വിവിധ സഭകളിലുള്ള വിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് മറ്റ് സഭകളുമായിട്ടൊരു അടിയുറച്ച ബന്ധമുണ്ട്. കാരണം ഇവരെ ആരും സുവിശേഷന്മാരാക്കുന്നുള്ളതല്ല, വിശ്വാസികളെ വിശ്വസ്തരായിട്ട് നിലനിർത്തുക അതാത് സ്ഥല സഭകളിൽ. അതാണ് ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ തന്നെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങളൊരു ഈ ഞങ്ങൾ ബിൽഡിംഗ് കുറിച്ച് ഓർത്തപ്പോൾ ബൈബിൾ സ്കൂളിലെ ഞങ്ങളുടെ മറ്റ് വിശ്വാസികളോട് സ്റ്റുഡൻസ് നല്ല വാർത്ത വിളിക്കുന്നില്ല, അവരോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് എറണാകുളത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പൊതുവായിട്ട് ഞാൻ കടക്ക ശുശ്രൂഷ ഇങ്ങനെയുള്ള ഇതിനെ പറ്റി ഞങ്ങൾക്ക് സ്ഥലമില്ല. എല്ലാ സഭകൾക്കും 5, 2, 3 സെന്റാണ് ഇവിടെ ഉള്ളത്. അത് വീടുകളാണെങ്കിലും അത്രയും മാത്രം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പൊതുപ്രയോഗത്തിനായിട്ട് ചെയ്യണം എന്ന ഒരു ആശയം അവരിലാണ് കിട്ടിയത്. അതെനിക്ക് കുറച്ചു നാളായിട്ട് എറണാകുളത്തുള്ള വിശ്വാസികൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പരിശ്രമിച്ചൊരു കാര്യമാണ്. നമ്മളിപ്പം സംസാരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചോ ഉദ്ദേശങ്ങളെ കുറിച്ചോ അല്ല. അതായത് ഞാനിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം it requires a huge amount of money which will be contributed by the Brethren community. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കേവലം ഒരു സ്ഥലം സഭയുടെ കൺട്രോളിലോ ഓണർഷിപ്പിലോ നിൽക്കേണ്ട ഒരു അതിന്റെ തന്നെ ഉത്തരം ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ട്രസ്റ്റിനെ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. എറണാകുളത്ത് എടപ്പള്ളിക്കാരൻ ഫെലോഷിപ്പ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എറണാകുളത്തുള്ള മറ്റ് സഭകളിലെ വിശ്വാസികൾക്ക് ഇതിൽ പങ്കാളിത്തം കൊടുത്തു. എറണാകുളത്ത് മാത്രമല്ല കേരളത്തിലെ, ഉദാഹരണം മൈലപ്പുറയിൽ നിന്ന്, പുനലൂരിൽ നിന്ന്, അതുപോലെ നോർത്ത് ഇന്ത്യ ഫ്രം ജാംതാര. അപ്പം ഇന്ത്യക്ക് മൊത്തം ഈ ട്രസ്റ്റിൽ പങ്കാളിത്തം കൊടുത്ത് പറയായിരിക്കും ശരി. ആ രീതിയിൽ പങ്കാളിത്തം കൊടുത്തിട്ട് ഇന്ന് ട്രസ്റ്റ് 15 പേര് ഉൾപ്പെടുന്ന വലിയൊരു ഇതാണ്. മാത്രമല്ല ഞങ്ങൾ ഇനി ഉദ്ദേശിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഗവേണിംഗ് ബോഡിക്കകത്ത് ഞങ്ങൾ ആദ്യപടിയായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതായത് കേരളത്തില് 14 ജില്ലകളിൽ യാത്ര ചെയ്ത് പ്രഗത്ഭന്മാരായ ദേവദാസന്മാര്, അതുപോലെ ഇടയന്മാര്, അതുപോലെ അവരെ കണ്ടിട്ട് അവരോട് ഞങ്ങൾ അഭിപ്രായങ്ങൾ ആശയം പറഞ്ഞിട്ട് ഏകദേശം എന്റെ ഇപ്പൊ നോർമൽ ശരിയാണെങ്കിൽ 40 ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. ഈ 40 ആൾക്കാർ ഇവര് മിക്കവാറും ഇവരോട് ഞങ്ങൾ ഗവേണിംഗ് ബോഡിയായിട്ട് വരും. ഇങ്ങനെ വരുമ്പോ ഇത് എറണാകുളത്തിന്റെ ഇത് എടപ്പള്ളിയുടെ അല്ല, എറണാകുളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു എന്താ പറയുക ഓർഗനൈസ് ആയിട്ട് വരും. പക്ഷെ ഒരിക്കലും ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല. ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇത് കേരളത്തിലുള്ള ബ്രദറൻ സമൂഹത്തിന്റെ മുഴുവനുമായിട്ടുള്ള ഒരു സംരംഭമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ ഓണർഷിപ്പ് എന്നുള്ളത് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ, അതായത് കേവലം 15 പേര് ഉൾക്കൊള്ളുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ പെർമനൻ്റായിട്ട് നിലനിൽക്കുന്നതാണോ, അതോ ആ ഓണർഷിപ്പിൽ മെമ്പേഴ്സിന്, അത് കമ്മിറ്റി മെമ്പേഴ്സ് ബൈ റൊട്ടേഷൻ മാറി വരുവാനുള്ള സാധ്യതയുള്ള ഒരു സിസ്റ്റമാണോ നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് 15 പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് ഉള്ളത്. പക്ഷെങ്കിൽ ഇവരാരും പെർമനൻ്റ് ആയിട്ടുള്ളവരല്ല. കാരണം ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് സഭ ഓർക്കുന്നില്ലേ, ബൈ റൊട്ടേഷൻ അത് മാറി വരും. ഒരിക്കലും ഈ പറഞ്ഞ പോലെ എനിക്കോ അല്ലെങ്കിൽ ആർക്കും കുറെ സ്ഥാപിത താല്പര്യക്കാർക്ക് ഇതിനകത്ത് സ്ഥിരമായിട്ടിരുന്ന് ഇത് സ്വന്തമാക്കി ഈ ഒരു പ്രോപ്പർട്ടി കൈക്കലാക്കാനുള്ള ഒരു വകുപ്പൊന്നും ഈ ഒരു സിസ്റ്റം ഇതിലില്ല. തന്നെയല്ല, ഒരാളുടെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ ബോധ്യം വരികയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ പോലും ഈ കമ്മിറ്റിക്ക് ഉള്ള വകുപ്പുകൾ ഇതിന്റെ നിയമാവലിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ സാധാരണ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളെക്കാൾ കുറെ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതിനകത്ത് സ്വാഗതം ഉണ്ട്. അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി മറ്റുള്ളവർ മാറി കൊടുക്കുന്നത് ഒരു കാലാവധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ മാറി വെക്കുള്ളൂ. ഇതൊരു പെർമനന്റ് ആയിട്ട് ഇതിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എന്നാൽ ഒരു പ്രത്യേക വ്യക്തിക്കും ഇതിന്റെ ഓണർഷിപ്പ് ഒരു ഹെറിറ്റേജ് എന്നുള്ള നിലയിൽ പാസ് ഓൺ ചെയ്യാനായിട്ട് അവർക്ക് ഒരു മാക്സിമം നമ്പർ ഓഫ് ഇയേഴ്സ് കാണും. ഒന്നുകില് 3 വർഷമോ 5 വർഷമോ ആ നിലയിൽ ഒന്നുകിൽ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. അത് എനിക്ക് നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ നിയമങ്ങളിലും അത് തന്നെ വരുന്നത്. അങ്ങനെ ഇല്ലാതെ ഒരു ട്രസ്റ്റിനോ ഒരു ഇതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ മാത്രമേ ട്രസ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓണർഷിപ്പിൽ ഡിസ്പ്യൂട്ട് ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുമെന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഏകദേശം തൃപ്തികരമായ ഉത്തരം നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. കേരളത്തിലെ ബ്രദറൻ സമൂഹത്തിന്റെ മുഴുവൻ പാർട്ടിസിപ്പേഷനോടുകൂടിയാണല്ലോ ഈ പ്രൊജക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏകദേശം എത്രമാത്രം പ്രൊജക്ട് കോസ്റ്റ് ആണ് നമ്മൾ ഇതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്? ഇത് ഞങ്ങള് 1, 2, 3, 4 ഫേസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഫേസിൽ ഞങ്ങള് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും എടപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടൊരു 1 കിലോമീറ്റർ ചുറ്റളവ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം നോക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ലാൻഡ് കോസ്റ്റ് ഇപ്പൊ നമുക്കൊരു ഉദ്ദേശിക്കുന്ന ഒരു 8-10 ലക്ഷം രൂപ കിട്ടാൻ ഒരു സെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു മിനിമം ഒരു 20 സെന്റ് ഞങ്ങൾക്ക് വേണം ഈ ഒരു ഇതിനു വേണ്ടി. അപ്പൊ അത് തന്നെ ഏകദേശം ഒരു 1.5 കോടിയോളം ആവുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി പറഞ്ഞത്. അത് സ്ഥലമെല്ലാം മാറി വരുന്നുണ്ട്, അറിയത്തില്ല, മാറ്റം വരാം. പിന്നെ സെക്കൻഡ് ഫേസ് വരുമ്പോൾ ഞങ്ങള് ഒരു കാർ പാർക്കും അതിന്റെ മുകളില് ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സഭാ ഹാള്, അതുപോലെ ഈ പറയുന്ന അടക്ക ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങള്, അതുപോലെ ബൈബിൾ സ്കൂള്, ഇതെല്ലാം അതിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും 3ാമത്തെ ഫേസിലേക്ക് പോകുന്നത്. 3ാമത്തെ ഫേസിന്റെ അകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 8 or 10 അല്ലെങ്കിൽ 15 റൂംസ് ഉണ്ടാക്കുക. ആ റൂംസ് ആയിരിക്കും മറ്റുള്ളവർക്ക് വരുന്നത് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുന്നത്. അടുത്തതിലായിരിക്കും മുകളിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നുണ്ട്. അത് ചെറിയ വിവാഹവും മറ്റും നടത്താനുള്ള ഫെസിലിറ്റി. അങ്ങനെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഒറ്റ സ്ട്രെച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമായിരിക്കും. അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ലാൻഡ് വാങ്ങിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ എന്നുള്ളത് നമ്മുടെ സഭാ ഹാള്, അതായത് ദൈവജനത്തിന് കൂടി വരുന്നതിന്, അതായത് ആരാധനയ്ക്കും അതുപോലെ മീറ്റിങ്ങുകൾക്കും കൂടി വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഹാള്. അത് മൾട്ടിപർപ്പസ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അക്കോമഡേഷൻ ഫെസിലിറ്റീസ്. പിന്നീട് അതിന്റെ മുകളിൽ വീണ്ടും ഒരു ഓഡിറ്റോറിയം. അത് ഈ പറഞ്ഞ കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ ആ ഫെസിലിറ്റി വെച്ചിട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. കാരണം ഇവിടെ ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ കല്യാണങ്ങൾ ഒക്കെ നടത്തുന്നതിനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളില്ലേ? കാരണം ഓഡിറ്റോറിയംസ് പ്രൈവറ്റ്ലി. ഇത് ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ 1, 2, 3, 4 ഫേസ് പോകും. അത് വേണമെങ്കിൽ 4th സ്റ്റേജ് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ 3 സ്റ്റേജ് അവസാനിപ്പിക്കാം. അത് എങ്ങനെയാണെന്ന് ഇതുവരെ പിന്നെ ഞങ്ങൾ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ ലാൻഡിന്റെ പ്രിവെയിലിംഗ് കോസ്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ 20 സെൻസ് ഓഫ് ലാൻഡും അതിനോട് ചേർന്ന് ഇത്രയും അധികം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതൊരു മൾട്ടി ക്രോർ പ്രോജക്റ്റ്. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയാണ് നിങ്ങൾ സോഴ്സ് ചെയ്യാനായിട്ട്? ഞങ്ങൾ വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. പിന്നെ ദൈവമക്കള് തീർച്ചയായിട്ടും ഞങ്ങൾ ഡോണേഴ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോണേഴ്സിന് ഞങ്ങൾ കഴിയുന്ന പ്രിവിലേജ് പേര് കൊടുക്കണമെന്നത് ആ സമയത്ത് കമ്മിറ്റി എന്ന് വെച്ചാൽ തീരുമാനിച്ച കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും. പ്രിവിലേജസ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള പ്രിവിലേജസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രിവിലേജസ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ഓഡിറ്റോറിയം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഉപയോഗിക്കാനോ ആ സമയത്ത് ഉള്ള എന്തായിരിക്കും. അവർക്ക് തന്നെ താമസിക്കണം നിർബന്ധമില്ല. അവർക്ക് അവർ പറഞ്ഞു വിടുന്ന അവർ നിർദ്ദേശിച്ചു വിടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് താമസിക്കാൻ അങ്ങനെയുള്ള നമുക്ക് പറ്റുന്ന. അത് ഇപ്പോഴത് ഫൈനലൈസ് ആയിട്ടില്ല. അത് ആ സമയത്ത് കെട്ടിടമായി വരുന്ന സമയത്ത് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഫൈനൽ ഡിസൈഡാണ് ഉദ്ദേശിക്കുന്നത്. എറണാകുളത്ത് നമ്മളൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ട് അത് അതിന്റെ ഡോണേഴ്സിന് യൂസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു പ്രിവിലേജ് ഇല്ലാതെ പോകുന്നില്ലേ? തീർച്ചയായിട്ടും എറണാകുളം നമ്മുടെ ഒരു മധ്യ കേരളത്തിലാണ്. കേരളത്തിന് തന്നെ ഒരു എന്താ പറയുക കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. തീർച്ചയായിട്ടും എറണാകുളത്ത് വരിക എന്നുള്ള എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് വേറെ ഒരു ബുക്കിംഗ് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും കാണും. കാരണം നാച്ചുറലി നമുക്ക് ഇപ്പം 1000 പേര് വന്ന് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നോർമലി ഇതിനകത്തൊരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ നേരത്തെ ഒരു ബുക്കിംഗ് സംവിധാനം അങ്ങനെ എന്തെങ്കിലും നമുക്ക് യോഗ്യമായ രീതിയിൽ അങ്ങനെ സംവിധാനം ഉണ്ടാക്കി അതനുസരിച്ചായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അല്ല, ഇതെല്ലാം സബ്ജക്ട് അവൈലബിലിറ്റി. ഇവിടെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഓഡിറ്റോറിയത്തിന്റെ ആവശ്യം. അപ്പോൾ ഈ എറണാകുളത്തും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഉള്ള ആളുകൾക്കായിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ എല്ലാവരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. എന്തുകൊണ്ട്? കാരണം ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ പ്രിവിലേജസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയിലും മറ്റും ഉള്ള ആൾക്കാര് എറണാകുളത്ത് വെച്ച് കല്യാണം നടത്തുന്നതായിട്ട് എനിക്കറിയാം. അപ്പൊ അവര് മറ്റ് പല സ്ഥലങ്ങളാണ്, പക്ഷെ എറണാകുളത്ത് വന്ന് ഒരു മുറിയൊക്കെ എടുത്ത് സ്റ്റേ ചെയ്ത് ഓഡിറ്റോറിയം എടുത്ത് സ്റ്റേ ചെയ്ത് അവര് കല്യാണം നടത്തുന്നുണ്ട്. അവർ ചിലപ്പോൾ സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ആയിരിക്കും നടത്തുന്നത്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് വരുമ്പോൾ അവർക്ക് പിന്നെ ആദ്യം ഒരു അക്കോമഡേഷൻ കിട്ടുന്നവരെ താമസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ താൽക്കാലികമായിട്ട് അവർക്ക് വന്നാലൊരു സ്ഥലം വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഇവിടെ രോഗികളായിട്ട് വരുന്നവരെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൾട്ടിഫേസിറ്റഡ് ആണ്. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫുള്ളി നമുക്ക് എല്ലാവർക്കും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സംവിധാനം ഒരിക്കലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഒരു ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ ആവോളം മറ്റുള്ളവർക്ക് വിശ്വാസികൾക്കും അതുപോലെ പുറത്തുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു പരിശ്രമമാണിത്. ആ നിലയിലൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് കഴിയുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടക്കാൻ കഴിയുന്നെങ്കിൽ നല്ല കാര്യമാണ്. അത് അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവജനത്തിന്റെ പ്രാർത്ഥന വേണമെന്നുള്ള വലിയൊരു കാര്യമുണ്ട്. കാരണം ഇത് മനുഷ്യന്റെ ചിന്തയ്ക്കും ഒക്കെ അപ്പുറത്തുള്ള കാര്യമാണ്. പല കാര്യങ്ങളും ദൈവം അതിനകത്ത് ഗൈഡ് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യണം. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രാർത്ഥനയാണ്. കാരണം ഇതൊരു വലിയൊരു മൾട്ടി ക്രോർ ഉള്ളൊരു സംഭവമാണ്. പ്രാർത്ഥിക്കുക, പിന്നെ ദൈവാത്മാവ് പ്രകാശനം തരുന്ന പോലെ മുന്നോട്ട് പോകുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.